ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ഭീഷണി വന്നത്? 12:05 ആയപ്പോഴാണ്. ഞാൻ ഇത്രയും സമയം ഓർക്കാൻ കാരണം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു ആ നമ്പർ. സാധാരണ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു പതിവുണ്ട് എനിക്ക്. പക്ഷെ ഇന്നലെ എന്തോ ഒരു കാര്യത്തിന് ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തത് കൊണ്ട് കോള് റെക്കോർഡായില്ല. അപ്പോൾ വിളിച്ചാദ്യം വളരെ വളരെ മോശമായ ഭാഷയിൽ തെറി പറഞ്ഞു. എന്നിട്ട് ദിലീപേട്ടനെതിരെ സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് തെറി തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ എന്റെ പോരാട്ടം തുടരും എന്ന് പറഞ്ഞപ്പോ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി എന്നാ കാണാം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് അതിനോട് ഇമ്മീഡിയറ്റ് എനിക്ക് സൗദി അറേബ്യ അങ്ങനെ ആ അറബ് രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് 1-2 കോൾസ് വന്നു. പക്ഷെ എനിക്ക് ട്രൂ കോളറിൽ ഡേഞ്ചർ, ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ ആ കോൾ എടുത്തില്ല. ഈ വിളിച്ചത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, ആരാണെന്ന് പറയൊന്നുമില്ലല്ലോ. ഇത്തരം കോളുകൾ ഒരിക്കലും അവരാരാന്ന് പറയില്ല. ഇയാളുടെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇയാളുടെ ആളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത നിയമ നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ടോ? ഇത് നമ്മുടെ ഈ സൈബർ നിയമം ഇപ്പോഴും അങ്ങോട്ട് ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോ വെറുതെ നമ്മളൊരു പരാതി കൊടുക്കാമെന്ന് മാത്രം. ഇപ്പൊ കുറെ മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു 7-8 മാസം മുമ്പ് ഇതുപോലൊരു കോള് വന്നപ്പോ ഞാൻ പരാതി കൊടുത്താണ്. എന്നിട്ട് അവര് വിളിച്ചു പറഞ്ഞു അത് പിന്നെ വെസ്റ്റ് ബംഗാളോ എവിടുന്നോ ആണ് വിളിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. അന്നും ഇതുപോലെ തെറിയാണ് പറഞ്ഞത്. ഇപ്പോഴാ ഈ വിളിക്കുന്നതും ഇത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരാൾക്കെതിരെ ഞാൻ പരാതി മെയിൽ അയച്ചിരുന്നു സൈബർ സെല്ലിന്. അതിന് യാതൊരു അനക്കവും, എനിക്കത് മെയിൽ കിട്ടിയെന്നെങ്കിലും എന്നോട് പറയണ്ട, അതുപോലും പറയുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ, നമുക്ക് ഇതാണ് ഗതിയെങ്കിൽ പിന്നെ ഈ സാധാരണ ആളുകൾക്ക് എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ പരാതിയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പിന്നെ ഇയാളുടെ നമ്പർ ഒന്ന് സൊസൈറ്റി അറിയട്ടെ എന്ന് കരുതി ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭീഷണി സന്ദേശം, ഒരു ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോൾ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകാൻ എന്തെങ്കിലും? അതൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും പറയുമല്ലോ ധൈര്യമുള്ളവൻ ഒരിക്കലേ ജീവിക്കൂ, പേടിത്തൊണ്ടൻ ജീവിതകാലം മുഴുവൻ ജീവിക്കും. ഞാനത് വിശ്വസിക്കുന്നു. അതിന്റെ പേരിലൊന്നും ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല. എന്റെ മക്കള് സുഖമായി ജീവിച്ചോളും, ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല ധൈര്യമുണ്ട്. അവര് സ്വന്തം അധ്വാനത്തിൽ അവർക്ക് സങ്കടം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇവരെന്താ കൊല്ലുവോ, അത് ഇവന് ആസിഡ് ഒഴിക്കുവോ, നമുക്ക് നോക്കാന്നേ. പോലീസിൽ അപ്പോൾ പരാതിപ്പെടാൻ തന്നെയാണ് തീരുമാനം അല്ലേ? എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുതെ ഒരു പരാതി അയക്കാം എന്ന് മാത്രം, അതല്ലാതെ ഇതിൽ വല്ല പ്രയോജനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദിയുണ്ട്. നമുക്കൊപ്പം ചേർന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിക്കാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത്. ദിലീപിനെതിരെ സംസാരിച്ചാൽ ആസിഡ് ഒഴിക്കുമെന്നൊരു ഭീഷണിയാണ് ഭാഗ്യലക്ഷ്മിക്ക് നേരെ വരുന്നത്. പോലീസിൽ പരാതി നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. ഫോൺ വിളിച്ചാണ് ഇത്തരത്തിൽ ഭാഗ്യലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്.